പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ ഏകാധിപത്യ രീതിയിലുള്ള നടപടിക്കെതിരെ രാജി ആവശ്യമുന്നയിച്ച് KSU ആണ് ജനുവരി 10 സമരം ആരംഭിക്കുന്നത്. തുടർന്ന് ASF, ABVP, MSF സംഘടനകളും സമരരംഗത്തേക്കിറങ്ങി. ജനുവരി 15 ലോ അക്കാദമിയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പിന്നാലെ SFIയും പ്രത്യക്ഷ സമരത്തിലേക്ക്. കോളേജിലെ വിദ്യാർത്ഥിനികളും രംഗത്തിറങ്ങിയതോടെ സമരം ശക്തമാകുന്നു. ജനുവരി 21 ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ലോ അക്കാദമി വിഷയം പരിശോധിക്കാൻ 8-അംഗ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ. 2 ആഴ്ച പിന്നിടുമ്പോൾ സമരം BJPയും ഏറ്റെടുക്കുന്നു. വി മുരളീധരൻ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ജനുവരി 28 സർവകലാശാല പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം. പ്രിൻസിപ്പലിന്റെ രാജിയെ എതിർത്ത് CPM. വൈസ് ചാൻസലറോട് ഗവർണർ വിശദീകരണം തേടുന്നു. പ്രശ്നപരിഹാരത്തിന് CPM ഇടപെടുന്നു. ജനുവരി 29 മാനേജ്മെന്റ് പ്രതിനിധികളുമായി AKG സെന്ററിൽ ചർച്ച. ഇതിനിടെ അക്കാദമിക്കും പ്രിൻസിപ്പലിനുമെതിരെ ഉപസമിതിയുടെ റിപ്പോർട്ട്. ലോ അക്കാദമി ഭൂമി ദുരുപയോഗത്തിൽ അന്വേഷണ ആവശ്യവുമായി VS അച്യുതാനന്ദൻ റവന്യൂ മന്ത്രിക്ക് കത്തയച്ചു. BJP വിരോധത്തിൽ സംഘർഷം. പ്രിൻസിപ്പലിനെ 5 വർഷം മാറ്റി നിർത്താമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിന്മേൽ SFI സമരം പിൻവലിച്ചു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച തിരുവനന്തപുരത്ത് BJP ഹർത്താൽ. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വി മുരളീധരനെ മാറ്റി. സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് നിരാഹാര സമരം ആരംഭിച്ചു. സമരം 3 ആഴ്ച പിന്നിടുമ്പോൾ കോൺഗ്രസും സമരരംഗത്തേക്ക്. K മുരളീധരൻ MLA നിരാഹാര സമരം ആരംഭിച്ചു. ഫെബ്രുവരി 4 വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയും പരാജയം. അക്കാദമി ഭൂമി പ്രശ്നത്തിൽ അന്വേഷണമില്ലെന്ന നിലപാടിൽ മുഖ്യമന്ത്രി. ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ആവശ്യവുമായി VS അച്യുതാനന്ദൻ. ഫെബ്രുവരി 5 അക്കാദമി അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫെബ്രുവരി 7 ലോ അക്കാദമി പരിസരത്ത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ഭീഷണി. കോൺഗ്രസ് പ്രവർത്തകന്റെയും ആത്മഹത്യാ ഭീഷണി. സ്ഥലത്ത് നേരിയ സംഘർഷം. അക്രമം ഭയന്നോടിയയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. തൊട്ടടുത്ത ദിവസം സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു. സമവായവുമായി CPIയും രംഗത്ത്. സമരം ഒത്തുതീർപ്പിലേക്ക്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.